ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2026 തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഫുൾ ലെങ്ത് വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ചാനൽ വൈറ്റ് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള സമയവും കിട്ടിയില്ല, കോണ്ടൻറ്റും ഉണ്ടായില്ല. ഇന്ന് കോണ്ടൻറ്റ് കിട്ടി, അതുകൊണ്ട് ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നു. പിന്നെ ന്യൂ ഇയർ തുടങ്ങിയിട്ട് എല്ലാവർക്കും എങ്ങനെ പോകുന്നു? സുഖമായിട്ടിരിക്കുന്നോ അതോ തദൈവയാണോ? അറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാറായിട്ടില്ല. ഒരു പ്രത്യേക അബോധാവസ്ഥയിൽ അങ്ങനെ പോകുന്നു. ജാനുവരി തുടങ്ങിയിട്ട് 17 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു വിമിഷ്ട ബുദ്ധിമുട്ടും ഉണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നത്, ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ കോണ്ടൻറ്റ് എന്താണെന്നറിയാമോ? അത് പറഞ്ഞപ്പോഴാണ് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, വൈ യു ആർ പ്രൊനൗൺസിങ് കോണ്ടൻറ്റ് എന്ന്. എടാ, കോണ്ടൻറ്റിനെ കോണ്ടൻറ്റ് എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യണത്. ഇറ്റ്സ് നോട്ട് കണ്ടൻറ്റ്, ഇറ്റ്സ് കോണ്ടൻറ്റ്. ഇതെന്തിനാ ഇപ്പം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ആ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് കേട്ടോ. ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ആരെങ്കിലും കോണ്ടൻറ്റ് എന്ന വാക്ക് പറയുകയാണെങ്കിൽ, ഡോണ്ട് സേ കണ്ടൻറ്റ്, ഇറ്റ്സ് കോണ്ടൻറ്റ്. കണ്ടൻറ്റിൻ്റെ അർത്ഥം വേറെയാണ്. തൃപ്തി അങ്ങനെയൊക്കെയാണ് കണ്ടൻറ്റിൻ്റെ അർത്ഥം. കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പരിപാടി അവതരിപ്പിക്കണം, അത് അതിൻ്റെ കോണ്ടൻറ്റ്, ഉള്ളടക്കം. കോണ്ടൻറ്റ് മീൻസ് ഉള്ളടക്കം, കണ്ടൻറ്റ് മീൻസ് സംതിങ്, സംതൃപ്തി. അതാണ് അതിൻ്റെ അർത്ഥം. ഡോണ്ട് സേ കണ്ടൻറ്റ്, കോണ്ടൻറ്റ്. കോണ്ടൻറ്റിൻ്റെ സമയത്ത് കോണ്ടൻറ്റിനെ യൂസ് ചെയ്യുക, കണ്ടൻറ്റിൻ്റെ സമയത്ത് കണ്ടൻറ്റിനെ യൂസ് ചെയ്യുക. രണ്ടും കൂടെ മിക്സായി പോകരുത്. അപ്പോൾ ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് എന്നാ കുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലക്കാട് എന്ന സ്ഥലത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട്. വൈ പാലക്കാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പാലക്കാട്, ജന്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഐ തിങ്ക് ഞാൻ പാലക്കാട് വല്ലതായിരിക്കണം ജനിച്ചത്. എനിക്ക് പാലക്കാടുമായിട്ട് എന്തോ ഫ്രം മൈ സോൾ എന്തോ ഒരു കണക്ഷനുണ്ട്. കണക്ഷൻ അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ആ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ദൂതു ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ. എപ്പോഴെങ്കിലും പാലക്കാട് പോയിട്ട് ഞാനിങ്ങനെ പാലക്കാടിൻ്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട്. മലമ്പുഴ, അവിടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. എന്നാ രസം എൻ്റെ പൊന്നേ. ഈ പാലക്കാടിന് ഇത്ര സൗന്ദര്യം വരാനുള്ള കാരണം എന്താ? അതുപോലെ അവിടുത്തെ മനുഷ്യന്മാർ, പാലക്കാടൻ ഭക്ഷണം, പാലക്കാട്, അതിൻ്റെ സൗന്ദര്യം എല്ലായിടത്തും ഉണ്ട്. പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ പാലക്കാട് കുറച്ച് സെൻറ്റ് വാങ്ങിച്ച് ഒരു വീട് വെക്കണം. നല്ല പാടശേഖരത്തിൻ്റെയൊക്കെ അറ്റത്ത് ജനൽ തുറന്ന് കഴിയുമ്പോൾ പാടശേഖരമൊക്കെ കാണാൻ പറ്റണം. ഇൻഷാ അല്ലാഹ് നടക്കും, അൽഹംദുലില്ലാ നടക്കണം എന്നൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം നമ്മൾ വീണ്ടും വഴിതെറ്റി പോകുന്നു വിഷയത്തിൽ നിന്ന്. അപ്പോൾ ഈ പാലക്കാട് എന്ന ജില്ലയുടെ ഏതോ ഒരു സ്ഥലത്ത്, അത് പാലക്കാടിൻ്റെ ഫുൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഏതൊക്കെ സ്ഥലത്ത് ഉള്ള ഒരു കറിയാണ് പുളിവെള്ളക്കറി. ഇനി പാലക്കാട് ഫുള്ള് ഈ കറി ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും എൻ്റെ റിസർച്ചിനനുസരിച്ച് പാലക്കാടിൻ്റെ ഒരു തനതായ ഒരു കറിയാണ്, ട്രഡീഷണൽ ഒരു കറിയാണ് പാലക്കാടൻ പുളിവെള്ളക്കറി. സോ ഐ തോട്ട് ലെറ്റ്സ് പ്രിപ്പയർ, കുക്ക് നമുക്ക് പാലക്കാടൻ പുളിവെള്ളക്കറി. ഞാൻ ആകെ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടു എന്നല്ലാതെ ഇത് ഞാൻ കൂട്ടിയിട്ടില്ല. പക്ഷെ എന്തോ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ എൻ്റെ ഫാദർജി പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂട്ടത്തില്ല എന്നുള്ളത്. കാരണം ഫാദർജി പുളിക്കെതിരാണ്, പുളിയോട് അത്ര താല്പര്യമില്ല. പപ്പ മാത്രമല്ല ഞാനും, എനിക്കും പുളിയോട് അത്ര താല്പര്യമൊന്നുമില്ല. എനിക്ക് എരിവ് ഇഷ്ടമാണ്, പുളി അതിന് ശേഷമുള്ളൂ, മധുരം അതിനും താഴെ, -ഡിഗ്രിയാണത്. സോ അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും അതിനെക്കുറിച്ച് നല്ലത് പറയുന്നു. ഓക്കെ, നമുക്ക് എന്തും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. സോ
അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യമേ പറയാം. ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിട്ടുപോയെങ്കിലോ, ചിലപ്പോൾ ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യേണ്ട വന്നാൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാൽ ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ കുക്ക് ചെയ്യുന്നു ചോദിച്ചാൽ ഒരു പാത്രം എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ സെപ്പറേറ്റ് വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് വറുത്ത് വെക്കണം. അതെല്ലാവർക്കും അറിയാമല്ലോ, സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് വറക്കണം. എന്നിട്ട് അതും കുറച്ചേറെ കൊച്ചുള്ളി, പിന്നെ ആവശ്യത്തിന് നമ്മുടെ കറിവേപ്പിലയും കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഈ വെള്ളം മാത്രം, പുളി വേണ്ട കേട്ടോ, അത് അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. ആ തിളയ്ക്കുന്ന കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പം ഇത്രയും കുറച്ച് സമയം മതി. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നത്. ചെയ്തു വരുമ്പോൾ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഞാൻ കണ്ട ചാനലുകാരൊക്കെ പറഞ്ഞത്, വീഡിയോസിലൊക്കെ പറഞ്ഞത് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ഉണ്ടാക്കുന്ന കറിയാണ്. തനതായ പാലക്കാട് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവർ പറയുന്നതനുസരിച്ച് ഒരു കറിയില്ലാത്തപ്പോൾ ഗ്രാൻഡായിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു കറിയും ഒരു ചെറിയ മീൻ വറുത്തത്, ഉണക്കമീനാണെങ്കിൽ ഉണക്കമീൻ, ഭയങ്കര ടേസ്റ്റാണെന്നാണ്. സോ നമുക്കുണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സത്യസന്ധപരമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും പറയുക. വാട്ട് ഈസ് ദിസ്? ഓക്കെ, ഗോ. സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഞാൻ പറയുക. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ആഹാ വാവ് എന്നൊന്നും ഞാൻ പറയത്തില്ല. മോശമാണെങ്കിൽ എവിടെ പോകുന്നു, എക്സ്ക്യൂസ് മീ, മോശമാണെന്ന് തന്നെ പറയും. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കത്തില്ല. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. മിനിച്ചേക്കണേ ദൈവമേ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ടെൻഷനില്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അറിയാം, ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പുളിയുടെ അംശം കൂടിപ്പോയാൽ വായി വെക്കാൻ കൊള്ളുമല്ല, കറി ചളവാകും, കുറഞ്ഞാലും ചളവാകും. സോ ഇതെങ്ങനെ ശരിയാകുമോ എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാലും ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തുള്ളൂ. അത് ഞാൻ വെള്ളത്തിലാക്കി വെച്ചു. എന്നിട്ട് ഒരു 3-4 വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ ചതയ്ക്കാൻ വേണ്ടി ഇടികലിനകത്ത് വെച്ചു. ചിലവർ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് കണ്ടായിരുന്നു. പക്ഷെ ഞാനെന്തോ ഗ്രൈൻഡ് ചെയ്യാൻ നിന്നില്ല. പരീക്ഷണാർത്ഥം ഉണ്ടാക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇടികല്ലങ്ങ് എടുക്കാൻ വിചാരിച്ചു. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, ഇത്രയും സാധനങ്ങൾ നമ്മൾ വഴറ്റി കൊടുത്തു, അതായത് നമ്മൾ ചതയ്ക്കാൻ വെച്ചത്. എന്നിട്ട് പുളി മാറ്റി വെച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചു. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഈ പുളിയുള്ള കാരണം നമ്മൾ എത്ര ഉപ്പിട്ടാലും അതിലറിയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചത് മോശമാകും എന്നാണ്. പക്ഷേ മിഷൻ വാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപാര ടേസ്റ്റായിരുന്നു. ടേസ്റ്റ്. പുളി വാസ് എക്സാക്റ്റ്, കറക്റ്റ് പുളിയായിരുന്നു. കൂടിയുമില്ല കുറഞ്ഞുമില്ല, ഉപ്പ് കൂടിയില്ല ഉപ്പ് കുറഞ്ഞുമില്ല. നല്ല ടേസ്റ്റായിരുന്നു. ആക്ച്വലി എനിക്ക് രസത്തിൻ്റെ മണമൊക്കെ അങ്ങനെ ആ ഒരു മണമൊക്കെ എനിക്ക് അറിയാൻ പറ്റി. ഫ്ലേവർ വാസ് എക്സാക്റ്റ് കറക്റ്റ് പുളിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതാണ് പുളിവെള്ളക്കറി. ഏറെക്കുറെ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന പുളിവെള്ളക്കറി. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അങ്ങ് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ ഇതുപോലെയൊക്കെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കറികളൊക്കെ ഉണ്ട്, ട്രഡീഷണൽ കറികളൊക്കെ ഉണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കിതുണ്ടാക്കി വിജയിപ്പിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.